ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ രാവിലെ ഞാനിപ്പോൾ ചായ വയ്ക്കാം കേട്ടോ. മോൾ ട്യൂഷന് പോയി. പിന്നെ രാവിലത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ ചോറ് വെച്ചു കേട്ടോ. ഉച്ചയ്ക്കുള്ള ചോറ് വെച്ച് കഴിഞ്ഞു. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ, കഴിക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചായ വെക്കണം. ഇത് ദോശയ്ക്കുന്ന ചമ്മന്തിയാണ് അരച്ചത്. പിന്നെ ഞാൻ എന്ത് വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പം ഇന്നൊരു അടിപൊളി ബ്യൂട്ടി ടിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസൊക്കെ ഒന്ന് അടിപൊളിയാക്കാനായിട്ട് ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണുക. ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ടിപ്പിലേക്ക് പോവാം. ബ്യൂട്ടി ടിപ്സ് നമ്മുടെ ഫേസ് ആയിട്ട് ഞാൻ കുളിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്തായാലും ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും ചായയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടോ, ദോശയും ചമ്മന്തിയും ഇതാ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഞാൻ അതാ കഴിക്കാൻ പോവാണ്. ദോശയും ചമ്മന്തിയാണ് കേട്ടോ. ഇന്ന് ലേറ്റായി, അതാ സമയം 9:30 ആയിട്ടോ. ഇപ്പോഴാണ് ഞാൻ കഴിക്കാൻ പോണത്. അപ്പം ഞാൻ ബ്യൂട്ടി ടിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ ഞാനില്ലേ ഇത്ര കളറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത്ര കളർ പറഞ്ഞാൽ ഇത് നല്ല കളർ നല്ല ഞാൻ പറയണത്. ചെറുപ്പത്തിൽ ഞാനും ഭയങ്കര ഡാർക്കായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ല കളറൊന്നുമില്ല. അത്രയ്ക്ക് നല്ല കളർ നല്ല തീരെ കളറുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര കറുപ്പൊക്കെ ആയിരുന്നു. ഇപ്പം ചെറുതായിട്ട് കുറച്ചൊരു കളറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അത് എന്താണെന്ന് ആ സീക്രട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. എൻ്റെ പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ തമ്പനയിലായി വെക്കാം കേട്ടോ. ശരിക്കും അത് കണ്ടാൽ ഞാനും ഇപ്പോഴത്തെ അപ്പോഴത്തെ ഞാനും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ കാരണം ഇപ്പം ഞാൻ കുറച്ച് കളർ വെച്ചു. ചെറുപ്പത്തിൽ ഞാൻ കളറില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ടിപ്സുകൾ, നാച്ചുറലായിട്ടുള്ള കുറേ ടിപ്സുകൾ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ക്രീം യൂസ് ചെയ്യുന്നത് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഫെയർവെല്ലിയാണ് കേട്ടോ. ചെറുപ്പം മുതലേ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. പിന്നെ കുറേ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സുകളൊക്കെ ഞാൻ നിറയെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1-2 എന്നല്ല, കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്താണ് അപ്പോൾ അതൊക്കെ ചെയ്താണ് തോന്നുന്നത് ഞാനിപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയൊരു കളർ വന്നത് കേട്ടോ. വലിയ കളറൊന്നും പറയാനില്ല, എന്നാലും ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ നല്ല കറുപ്പായിരുന്നു കേട്ടോ. പിന്നെ കറമ്പിന്നൊക്കെയാണ് ചെറുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. കുറേ കളികളൊക്കെ ഞാൻ സഹിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ കളിയാക്കി വിളിക്കില്ലേ, അങ്ങനെ കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറേ ടിപ്സുകളും നാച്ചുറലായിട്ടുള്ള കുറേ ടിപ്സുകളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ കുറച്ച് കളറൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ കല്യാണ സമയത്ത് ഞാൻ ഇത്ര കളറൊന്നും ഇല്ല. ഏട്ടൻ നല്ല കളറാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കറുപ്പാകുന്നത് അപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കളറായിട്ട് നല്ല കളറായിരിക്കണം, അങ്ങനെ ഒരു ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ നല്ല കളറാണ്. അപ്പോൾ എനിക്ക് നമ്മളിങ്ങനെ കറുപ്പായിരിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറി കേട്ടോ. പത്തിരിയൊക്കെ ഒരു കളറൊക്കെ വെച്ചപ്പോൾ അതൊക്കെ മാറിക്കിട്ടി. അപ്പോൾ കറുപ്പിന് ഭംഗിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും നമുക്ക് എല്ലാവർക്കും മുഖം നല്ല ഇത്തിരി കളറായിട്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ളവരായിരിക്കും എല്ലാവരും. എന്തെന്ന് പറഞ്ഞാലും നമുക്ക് ഇത്തിരി കളറൊക്കെ വെച്ച് കാണുന്ന ആഗ്രഹമുള്ളവരായിരിക്കും എല്ലാവരും കേട്ടോ. എനിക്ക് മുഖത്ത് നമുക്ക് ഫേസൊക്കെ ഇത്തിരി കളറായിട്ട് കാണാനാണ് ആഗ്രഹം. അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാം. പറഞ്ഞ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ടിപ്സ് എന്താണെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ബ്യൂട്ടി ടിപ്പ് എന്താണെന്ന് നോക്കാം. ഒരു ടിപ്പല്ല കേട്ടോ, കുറേ ടിപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചെയ്തതിൽ എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയ ടിപ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്ത ഇതിലില്ലേ എനിക്ക് ഏറ്റവും അടിപൊളി റിസൾട്ട് കിട്ടിയൊരു ടിപ്പാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് വേണ്ടത് ഈ ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പിൽ മെയിൻ താരം എന്ന് പറയുന്നത്. ഉരുളക്കിഴങ്ങാണ് കേട്ടോ. നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചാണ് കേട്ടോ ആവശ്യം. നമുക്കിത് മിക്സിയിലൊക്കെ അടിച്ചെടുത്ത് അരിക്കാൻ വെച്ചിട്ട് അതിൻ്റെ ഒരു സംഭവം ലാസ്റ്റ് ഒരു പൊടി പോലെ കിട്ടില്ലേ, അതാണ് കേട്ടോ നമുക്ക് ആവശ്യം. അതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പിൽ മെയിൻ ആയിട്ടുള്ള സ്റ്റാർ, അതാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഉരുളക്കിഴങ്ങിനെ ഒന്ന് ഈ ഉരുളക്കിഴങ്ങിനെ ഒന്ന് അരച്ച് അതിൻ്റെ സ്റ്റാർച്ച് എടുത്തിട്ട് വരാം കേട്ടോ. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അന്നത്തെ ടിപ്പിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചാണ്. അത് നമുക്ക് ആദ്യം എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങൊന്ന് ഇതുപോലെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ച ശേഷം നമുക്കിങ്ങനെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കില്ലേ സ്റ്റാർച്ച്, ഒരു പൊടി പോലെ നമ്മൾ ഈ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ കേട്ടോ. അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്താൽ നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് കിട്ടും. അപ്പോൾ ഈ മിക്സിയിൽ അടിച്ചതിന് ഞാനത് ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യിക്കണം കേട്ടോ. ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഒരു വെള്ളം കിട്ടുമല്ലോ, ആ വെള്ളം നമുക്കൊരു 10-15 മിനിറ്റ് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ അരി സ്റ്റാർച്ച് പറയുന്ന സംഭവം ഇതുപോലെ നമുക്കൊരു 15 മിനിറ്റ് വെക്കാം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ 15 മിനിറ്റ് ആയി. അപ്പോൾ ഞാൻ ആ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറേ നേരം വെക്കുമ്പോൾ അറിയാമല്ലോ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് വരുന്നത്. നമുക്ക് ഈ വെള്ളം കുറച്ച് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് ഫേസിന് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. നമ്മൾ കയ്യിലൊക്കെ തേക്കുകയാണെങ്കിൽ ഒരു 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, നമുക്കിത് മതിയാവും കേട്ടോ. അതിൻ്റെ കൂടെ വേറെ ഒരു 2 സാധനങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മുടി ഒന്ന് ഒതുക്കി വെക്കാം. മുടി ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോളുടെ ഉണ്ട് സംഭവം, അത് മോള് വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അതൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് വന്ന് ഭയങ്കര ഇടങ്ങറല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അത് വേറെ ഒന്നുമല്ല കേട്ടോ, പച്ചരിയാണ്. പച്ചരിയും പിന്നെ റോസ് വാട്ടറും ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പച്ചരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചരി എടുത്തിട്ട് വരാം. പച്ചരി എന്ന് പറഞ്ഞാൽ പച്ചരി അങ്ങനെ ഇടുകയല്ല കേട്ടോ, സോറി ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാണ്. പച്ചരി പൊടിയാണ് കേട്ടോ. പച്ചരിപ്പൊടി പറഞ്ഞാൽ അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നൈസായിട്ടുള്ള പൊടിയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് 1 സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫേസിൽ എത്ര വേണം അതിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. അപ്പം മേലെ കയ്യിലൊക്കെ തേക്കുകയാണെങ്കിൽ കുറച്ച് അധികം എടുക്കാം. അപ്പം ഞാൻ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1 സ്പൂണ് പച്ചരിപ്പൊടി, അരിപ്പൊടി എന്ന് പറയാം കേട്ടോ. അപ്പോൾ 1 സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ ചേർക്കാം കേട്ടോ. റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ റോസ് വാട്ടർ ഇവിടെ എടുത്തിരിക്കുന്നത് ബഞ്ചാറസിൻ്റെ റോസ് വാട്ടറാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ റോസ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല കളർ വയ്ക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. നമ്മുടെ സ്കിന്ന് നല്ല കളറായിട്ടിരിക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്, നാച്ചുറൽ ആയതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനേ ഇല്ല കേട്ടോ. ഒരു പേടിയും കൂടാതെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിതാ ഈ വെള്ളം, നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ബ്രൗൺ കളർ വെള്ളം കണ്ടില്ലേ, ഇത് കുറേ നേരം കഴിയുമ്പോൾ ഈ കളർ ഇങ്ങനെ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിൽ ഒരുപാട് വെള്ളം ആവാൻ പാടില്ല, ഒരുപാട് കട്ടിയും വേണ്ട. ആ ഒരു ലെവലിൽ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു പാക്കായിട്ട് എടുക്കണം കേട്ടോ. നല്ലൊരു ഫേസ് പാക്കാണിത്. നമുക്ക് നല്ല സ്കിന്ന് വേണം, നല്ല ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ കുറയ്ക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്, നല്ല റിസൾട്ട് കിട്ടും. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നല്ലൊരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെക്കണം കേട്ടോ. 20 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും ആദ്യം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖമൊക്കെ നന്നായിട്ട് കഴുകിയ ശേഷം വേണം നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഫേസൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ, കഴുകിയിട്ട് വന്നാണ്. അപ്പോൾ ഇനി നമുക്കിത് ഈ ഫേസ് പാക്ക് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വെച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫേസ് പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു കണ്ണാടി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോണിൽ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിത് അവിടെ ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കി ഞാൻ അപ്ലൈ ചെയ്യാം കേട്ടോ.
ഇടയിൽ വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ? അപ്പുറത്ത് തൊടിയൊക്കെ ചെത്തുകയാണ്. അപ്പം അതിൻ്റെ മെഷീനൊക്കെ വന്നിട്ട് ഭയങ്കര സൗണ്ട് ആയിട്ടുണ്ട്. അതാണ് ഇടയിൽ ഒരുമാതിരി സൗണ്ട് കേട്ടോ. എന്തായാലും ഞാൻ എന്താ കയ്യിലെടുത്തിട്ട് അപ്ലൈ ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഫേസിൽ നന്നായിട്ട് എല്ലാം അവിടെ ആവുന്ന പോലെ അപ്ലൈ ചെയ്യണം കേട്ടോ. കട്ടിയായിട്ട് ഈ അരിപ്പൊടി പറയുന്നത് നമ്മുടെ ഫേസിന് നല്ല സ്മൂത്ത്, നല്ല മിനുസം കൊടുക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ അരിപ്പൊടി. അരിപ്പൊടി പാലും തനിച്ച് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ലതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും അങ്ങനെ ചെയ്യണത് നല്ലതാണ്. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. എല്ലാവർക്കും ആഗ്രഹമല്ലേ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കണം. എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ട് ചെറിയ പൊടിക്കൈകളാണ് കേട്ടോ അതൊക്കെ. എല്ലാവർക്കും അത് ചെയ്യാം. ഇത് പ്രത്യേകിച്ച് സമയം വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ അടുക്കള പണി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് തേച്ച് വെച്ചിട്ട് അങ്ങനെ വേറെ എന്തെങ്കിലും പണിയും ചെയ്യാം. ഇതും നടക്കും. അല്ലാണ്ട് ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേക സമയം വേണ്ടതെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഏകദേശം അപ്ലൈ ചെയ്തു കേട്ടോ. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത്തിരി നമ്മൾ കുറേ നേരം വെക്കുമ്പോഴേ ചിലപ്പോൾ ഇത് കട്ടിയാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ വെള്ളമില്ലേ ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി സെറ്റാക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അരിപ്പൊടി പെട്ടെന്ന് തന്നെ വെള്ളം തന്നെ വലിച്ചെടുക്കുകയും അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരുപാട് വെള്ളവും ആവാൻ പാടില്ല, നല്ല കട്ടിയാവാൻ പാടില്ല. നല്ല കട്ടിയാൽ നമുക്ക് തേക്കാൻ ബുദ്ധിമുട്ടാവും. വെള്ളം പോലെ ആയാലും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് അറിയാമല്ലോ, നമുക്ക് കുഴക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മൾ നോക്കിയിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് എല്ലാവിടെയും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കയ്യിലോ കാലിലോ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല സ്മൂത്ത് ആവും കേട്ടോ. സ്കിന്ന് നല്ല സ്മൂത്ത് ആവും, നല്ല കളർ വയ്ക്കും. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ സുന്ദരിയൊക്കെ ആയിട്ട് പോവാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി പാക്കാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ പാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പറയാൻ കാരണം കേട്ടോ. ഞാനിത് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുക്കള പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചോറ് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് ഞാൻ പറഞ്ഞില്ല, പഴയ ബീട്രൂട്ട് ഉപ്പേരി വെച്ചു. ഈ കറി വെക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്നും കൂടി കഴിഞ്ഞ് കുളിച്ച ശേഷം വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കഴിക്കാൻ 1 മണിയൊക്കെ ആവില്ല, അപ്പോഴേക്കും വെച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ബ്യൂട്ടി ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 20 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതെങ്ങനെ റിസൾട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മുരിങ്ങയൊക്കെ കുറച്ച് വൃത്തിയാക്കി വെക്കായിരുന്നു കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ തൊടിയിൽ നിന്ന് വലിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ തൊടിയൊക്കെ നല്ല വൃത്തിയാക്കൽ പണിയായിരുന്നു. അപ്പോൾ കുറേ മുരിങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കുറച്ച് വറുക്കണം പറഞ്ഞിട്ട് ഞാനിത് ഉണങ്ങുമ്പോഴേക്കും അതൊക്കെ ഒന്ന് നേരാക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. തുടക്കട്ടെ കേട്ടോ. തുടച്ചിട്ട് നോക്കാം. ഒരുപാട് അമർത്തി തുടയ്ക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഫേസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെള്ളം മാത്രം ഒന്ന് ഒപ്പിയെടുത്താൽ മാത്രം മതി. ഞാൻ വലിച്ചിങ്ങനെ തുടക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് അങ്ങനെ ഒന്ന് ഒപ്പിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും നേരത്തെ എൻ്റെ ഫേസ് എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെ ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര മാറ്റം ഉണ്ടെന്ന്. കണ്ടില്ലേ, നല്ല മിനുസായിട്ടുണ്ട്, നല്ല കളറ് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവും, നല്ല തിളക്കം വയ്ക്കും. നന്നായിട്ട് വെളുത്ത് പാറുന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും നമ്മുടെ ഒരു സ്കിന്ന് നല്ലൊരു ഷൈനിങ് ആയ പോലെ തോന്നും, നല്ല ബ്രൈറ്റ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സൂപ്പർ റിസൾട്ടാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ ചില ക്യാമറയുടെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ അറിയുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും നല്ല മാറ്റമുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് അടുക്കള പണിയിലോട്ട് കിടക്കാം. ഹലോ, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല റിസൾട്ട് ഉള്ളതാണ്. ഞാൻ പിന്നെയും പറയുകയാണ്, നല്ല അടിപൊളി റിസൾട്ടുള്ള ടിപ്പാണ് കേട്ടോ അത്.
നല്ല അടിപൊളി ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിന്ന് നല്ല കളർ വയ്ക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി അടുക്കളയിൽ പണികളുണ്ട് കേട്ടോ. ചോറ് മാത്രമേ ആയിട്ടുള്ളൂ, ഉപ്പേരിയുണ്ട്. ഭയങ്കര സൗണ്ട് ഉണ്ടല്ലേ, ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടോ? അതപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തൊടി വൃത്തിയാക്കുന്ന സൗണ്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ കറിയൊക്കെ വയ്ക്കട്ടെ. അപ്പോൾ എനിക്കുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാനതൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങയില വറക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്. എന്നാലും നമ്മൾ ഇന്നലെ തൊടിയൊക്കെ വൃത്തിയാക്കുമ്പോൾ കുറേ മുരിങ്ങയൊക്കെ കിട്ടി പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ഇലയൊക്കെ ഊർന്ന് കിടക്കണം കേട്ടോ. അപ്പം എന്തായാലും നാളേക്ക് ചിലപ്പോൾ ഒരു വാട് എന്തെങ്കിലും നന്നായിട്ടുണ്ടായില്ലെങ്കിലോ ഇന്നലെ ഞാൻ വെക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമുക്കിനി മുരിങ്ങയില തോരൻ വെക്കാം. അപ്പോൾ അതിന് ഉള്ളി എടുക്കണം, വെളുത്തുള്ളി വേണം, ചെറിയുള്ളി വേണം. ചെറിയുള്ളി ഇല്ല തോന്നണം. അപ്പോൾ ഞാൻ എന്തായാലും വലിയ ഉള്ളിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ മുരിങ്ങ തോരൻ വെക്കാനായിട്ട് ഇതാ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഉള്ളിയും ചെറിയുള്ളിയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ചെറിയ സവാള എടുത്തു. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും എടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ നമ്മളിതാ മുരിങ്ങയില ഇതൊക്കെ എഴുതി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അങ്ങനെ കട്ട പിടിക്കും കേട്ടോ. കട്ടയ്ക്ക് വരും. അപ്പം അതൊക്കെ നന്നായിട്ടുണ്ടാവില്ല. അപ്പം നമുക്കിത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വേവുന്ന വരെ ഒന്ന് പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്കിത് ഒന്ന് കൈ എടുക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം മുരിങ്ങയില തോരനപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ വേവ് കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ചിരകിയിടാം. അത് ലാസ്റ്റ് നമുക്ക് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും മേലാകും ഒഴിച്ചിട്ട് തേങ്ങയും ചിരകിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല പൊലിപ്പൊലാന്നിരിക്കും കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ കട്ടയാവില്ല. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കട്ട പിടിക്കാണ്ട് നല്ല എന്താ പറയുക, ഒന്നിനൊന്നും ഒട്ടാണ്ട് ഇങ്ങനെ കിട്ടില്ല, അതുപോലെ കിട്ടണം കേട്ടോ. അപ്പോഴേ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. ഇവിടെ റെഡി ആയിട്ടോ. തേങ്ങ ചിരകിയിട്ടുണ്ട്. പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അതാ നമ്മുടെ മുരിങ്ങയിലൊക്കെ അടിപൊളി ടേസ്റ്റ് ആയി. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുരിങ്ങയില തോരൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്, മുരിങ്ങയില തോരനുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴേ നമ്മളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.